നമസ്കാരം. ഉള്ളത് പറയാം. അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ സർക്കാരിന് ആശ്വാസം. ഹിന്ദു സംഘടനകളും അയ്യപ്പ സംഗമത്തിൽ അണിചേരും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് മറച്ചുവെച്ച് അടവ് നയം പയറ്റുന്നത് സർക്കാരിന് ഗുണമോ ദോഷമോ? ആചാര സംരക്ഷകർക്കായി യുവതീ പ്രവേശനം ഉണ്ടാവില്ലെന്ന ഉറപ്പ്. നവോത്ഥാന നായകർക്കായി തുല്യതയിലും നവോത്ഥാന മൂല്യങ്ങളിലും വെള്ളം ചേർക്കില്ലെന്ന ഉറപ്പ്. രണ്ട് വള്ളത്തിൽ കാലുവെച്ച് അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. ശബരിമലയോ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ഒറ്റ കാഴ്ചപ്പാടാണ് വികസനവും. അത് പറയുന്നിടത്ത് മറ്റ് വിഷയങ്ങൾ കൊണ്ടൊന്ന് വിവാദമാക്കി ഇതിൻ്റെ ശോഭ കെടുത്തേണ്ടതില്ല. 24-25 വർഷക്കാലത്തെ തീർത്ഥാടന കാലഘട്ടം കുറ്റമറ്റ രൂപത്തിൽ പരാതിരഹിതമാക്കി മാറ്റാൻ കഴിഞ്ഞത് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലുള്ളത് കൊണ്ടാണ്. അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിനായുള്ള ഭാവിയിലേക്കുള്ള കരുതൽ എന്നാണ് സർക്കാർ വാദം. മറ്റൊന്നും ചർച്ചാ വിഷയമാവില്ല. പ്രത്യേകിച്ച് ആചാരമോ വിശ്വാസമോ ഒന്നും ചർച്ചയ്ക്കില്ല. ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചയ്ക്ക് വയ്ക്കും. ശബരിമലയിൽ ഇതിനകം വിഭാവന ചെയ്ത പദ്ധതികൾ ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് സംഭാവന നൽകി സഹായിക്കാം. സംഗമത്തിന് കാശ് മുടക്കുന്നത് സ്പോൺസർമാരാണ്. ശബരിമലയിൽ ദർശനം നടത്തിയവരിൽ നിന്നാണ് 3000 പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. പമ്പയിലാണ് സംഗമം, സന്നിധാനത്തല്ല. അതിനാൽ കന്നിമാസ പൂജകൾക്കും തടസ്സമാകില്ല. ഇങ്ങനെ ഒട്ടേറെ വിശദീകരണങ്ങളാണ് ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും നൽകുന്നത്. ഹൈക്കോടതി അനുമതി നൽകിയെങ്കിലും പരാതിക്കാർ ഉയർത്തിയ ആശങ്കകൾ പരിഗണിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളിൽ തുടരരുത്. ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടാകരുത്. പിരിക്കുന്ന പണത്തിന് ഓഡിറ്റിംഗ് ഉണ്ടാവണം. രാഷ്ട്രീയ സംഗമം ആകരുത്. ഇതെല്ലാം ഉറപ്പായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അനുമതി നൽകിയെങ്കിലും അയ്യപ്പ സംഗമത്തിൽ സർക്കാരിൻ്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സുപ്രീം കോടതിയിൽ ഇപ്പോഴും സർക്കാർ നിലപാട് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും വരാം എന്നാണ്. ഇതിൽ മാറ്റം വരുത്തുന്നത് ആലോചനയിലാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടും സർക്കാർ അത് ഏറ്റെടുക്കുന്നില്ല, തള്ളിക്കളയുന്നുമില്ല. ഒന്നുമില്ല. അത് അദ്ദേഹം പിന്നെ എന്താണെന്ന് അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചില്ല പറയാൻ വേണ്ടി. ഞാൻ ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഈ കാര്യത്തിലുള്ള നിലപാട് ഈ സംഘവുമായി ബന്ധപ്പെട്ട് ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതേയില്ല. കാരണം ശബരിമലയുള്ള അജണ്ടയില്ല. 1. 2, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷനായി സ്വീകരിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് സബ്ജുഡീസായി മാറുകയും ചെയ്യുമ്പോൾ പറയാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. അതുകൊണ്ട് അതിൻ്റെ വിഷയങ്ങൾ എന്തെങ്കിലും വരുന്ന ഘട്ടങ്ങളിൽ ഏതെങ്കിലും അഭിപ്രായം ഗവൺമെൻറ് പറയേണ്ടി വന്നാൽ ആ സമയത്ത് കൂടി ആലോചിച്ച് ആ കാര്യങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സമയത്ത് മാത്രം രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ അത്ര ഒരു അജണ്ടയേ ഇല്ല, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമേ അല്ല. അത് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹത്തോട് കോടതി എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ശബരിമലയുടെ അടിസ്ഥാന വികസനമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് സാധ്യമാകണം. അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. അതുകൊണ്ട് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് വിനയപൂർവ്വമായ അഭ്യർത്ഥന. സുപ്രീം കോടതി ഇപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞൊഴിയുകയാണ് സർക്കാർ. തുറന്നു പറഞ്ഞാൽ മറുവശത്ത് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടം എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് കൂടി മറുപടി നൽകേണ്ടി വരും. സുപ്രീം കോടതിയിൽ ഇനി യുവതീ പ്രവേശനത്തിന് അനുകൂലമായി കർശന നിലപാട് എടുക്കില്ല എന്ന പ്രതീതി ഉണ്ടാക്കി NSS പോലെയുള്ള സംഘടനകളെ ഒപ്പം കൂട്ടി. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്തേണ്ട സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞ് നവോത്ഥാന സംഘടനകളെയും പങ്കാളിയാക്കി. SNDP ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. NSS പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. KPMS പൊന്നല ശ്രീകുമാർ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചു. മലയാളി സമുദായം അവർ പിന്തുണ പ്രഖ്യാപിച്ചു. ശൈത്യവരെ സഹസംഘത്തിലും പങ്കെടുത്തിരുന്നു. അതുപോലെ രാമഭദ്രൻ കൂട്ടർ, അങ്ങനെ അന്ന് നവോത്ഥാന സമിതിയായി സഹകരിച്ചിരുന്ന സംഘടനകളെല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അവർ മുഴുവൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ ആരും ഈ കാര്യത്തിൽ പിന്നോക്കം പോയിട്ടില്ല. ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തും. എന്ത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ്? എന്താണ്? എന്ത് സെമിനാർ? ഇതൊക്കെ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാ. അടുത്ത മാസം ലോക്കൽ ബോഡി പ്രഖ്യാപിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ തെരഞ്ഞെടുപ്പായി. ഇനി ഒന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ. ഇപ്പോഴാണ് സെമിനാർ, ഇപ്പോഴാണ് കോൺക്ലേവ്. അല്ല, ഈ ഗവൺമെന്റ് എന്താ ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങളെ ജനങ്ങളായി കാണാതെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഡിവൈഡ് ചെയ്യാനാണ്, ഭിന്നിപ്പിക്കാനാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ കഴിയില്ല. ഒരു ഭാഗത്ത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ നോക്കുന്നു, മറുഭാഗത്ത്
ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? ഒരു ഗവൺമെൻറ്റും കാണിക്കാത്ത തരത്തിൽ ജനങ്ങളെ ജനങ്ങളായി കാണാൻ തയ്യാറാകാതെ ജാതിയുടെയും മതത്തിൻ്റെയും കമ്പാർട്ട്മെൻറ്റുകളിലായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം അപകടകരമാണ്. കേരളത്തിന് യോജിച്ച ഒന്നല്ല. ഇത് അവസാനിപ്പിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഒരു മതേതര ഗവൺമെൻറ് എങ്ങനെയാണ് ആളുകളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക? പ്രത്യേക മതവിഭാഗങ്ങളെ, അത് ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഒരുമിച്ച് പിടിച്ചുകൂട്ടുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. അത് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. ആളുകളെ ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ച് സാമുദായിക സംഘർഷം ഉണ്ടാക്കി മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത്തരം നീക്കങ്ങളിലൂടെ സർക്കാർ നടത്തുന്നത്. ന്യൂനപക്ഷ സംഗമം നടത്തുന്ന ഗവൺമെന്റ് ഭൂരിപക്ഷ സംഗമം നടത്തുമോ? എന്താണ് ഒരു മേഖലയോട് മാത്രം ഇത്ര താല്പര്യം? അതുകൊണ്ട് അത് പച്ചയായ വോട്ട് രാഷ്ട്രീയമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വ്യത്യസ്ത സമൂഹങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പച്ചയായിട്ടുള്ള വർഗീയ രാഷ്ട്രീയത്തിനാണ് ഈ ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. UDFന്റെയും BJPയുടെയും ചോദ്യങ്ങളെ തടഞ്ഞു നിർത്താൻ തൽക്കാലം സർക്കാരിന് കഴിഞ്ഞു. ഒപ്പം തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിട്ടുപോയ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള അടവ് നയം നടപ്പാക്കാനും. NSS, SNDP, KPMS തുടങ്ങിയ സംഘടനകൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനാൽ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം UDFനും BJPക്കും ചെയ്യാൻ കഴിയില്ല. പകരം യുവതീ പ്രവേശനത്തിൽ ഇരട്ടത്താപ്പ് പ്രകടമായി എന്ന ആരോപണം ആവർത്തിക്കാം. ശബരിമലയുടെ വികസനം മാത്രമാണ് അജണ്ട, ആചാരാനുഷ്ഠാനത്തിൽ ചർച്ചയില്ല എന്ന് പറഞ്ഞ് സർക്കാരിനും പ്രതിരോധിക്കാം. എല്ലാം അയ്യപ്പന് വേണ്ടി, അയ്യപ്പനെ സ്വന്തമാക്കാൻ. ഞങ്ങൾ SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി സാറിനെ കണ്ടിരുന്നു. NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുമാനൻ നായർ സാറിനെ കണ്ടിരുന്നു. അപ്പോൾ രണ്ടുപേരും വലിയ പിന്തുണയാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. അവരുടെ പിന്തുണയും അവരുടെ പ്രോത്സാഹനവും ഞങ്ങൾക്ക് പ്രചോദനമായി മുന്നോട്ട് പോകുന്നു. പരമാവധി മത, സാമുദായിക, സാംസ്കാരിക സംഘടനകളെല്ലാം കൂട്ടിച്ചേർത്ത് ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയാക്കി മുന്നോട്ട് പോകുവാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ആർക്കും സംഘടിക്കാനും സംഘം ചേരുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ. അതൊരുവഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ സംഘം വേറൊരുവഴിക്ക് നടക്കും. പോലീസിന്റെ കസ്റ്റഡി പീഡനങ്ങളുടെയും കള്ളക്കേസിൽ കുടുക്കി ജീവിതം തുലയ്ക്കുന്നതിന്റെയും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഓരോ ദിവസവും പുറത്തുവരുന്നു. കുന്നംകുളത്ത് തുടങ്ങി പീച്ചിയിൽ തുടർന്ന് പത്തനംതിട്ടയിലും തൊടുപുഴയിലും പേരൂർക്കടയിലുമൊക്കെ പോലീസിലെ ഇടിവീരന്മാരും കള്ളക്കേസ് വിരുദ്ധരും ന്യായീകരിക്കാനാവാത്ത വിധം മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നു. ആഭ്യന്തര വകുപ്പ് നാണക്കേടിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനം സമ്മതിക്കൽ ആകുന്നു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ്, പീച്ചിയിൽ ഹോട്ടൽ മാനേജർ, പത്തനംതിട്ടയിൽ DYFI നേതാവ്, പത്തനംതിട്ടയിലും തൊടുപുഴയിലും 2 സാധാരണക്കാർ, പേരൂർക്കടയിൽ വീട്ടുജോലിക്കാരിയായ ബിന്ദു. ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ. എല്ലാത്തിലും പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം അല്ലെങ്കിൽ കള്ളക്കേസ്, വ്യാജക്കേസ് ഒതുക്കാൻ കൈക്കൂലി, എല്ലാത്തിനും തെളിവുകൾ. കുന്നംകുളത്തെ 4 പോലീസുകാർ, പീച്ചിയിലെ CI, പത്തനംതിട്ടയിലെയും തൊടുപുഴയിലെയും DYSP മധുബാബു. പോലീസിനെ കയറൂരി വിടാനാണ് ഭാവമെങ്കിൽ നടക്കില്ലെന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് K. കരുണാകരന് മുന്നറിയിപ്പ് നൽകിയ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അതെല്ലാം മറന്നു. ഇത്രയും സംഭവിച്ചിട്ടും ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാകാത്ത ആഭ്യന്തരമന്ത്രി. വല്ലാത്ത പരാതികളാണ് കേരളത്തിലെ പോലീസിനെതിരെ വരുന്നത്. ചോദ്യത തന്നെ കൂടുമാണ്. 2012 ഈ അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം ഈ 2025 ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരെ 5218 പരാതികൾ ലഭിക്കുകയും 5152 പരാതി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി ബാക്കിയുള്ളത്
66 കേസുകളാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത്. അത് ചിലപ്പോൾ തെളിവെടുക്കേണ്ട കേസുകളായിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ നോട്ടീസുകളൊന്നും പൂർത്തിയാക്കാത്തതായിരിക്കാം. എന്താണെങ്കിലും 66 കേസാണ് ഇപ്പോൾ ഉള്ളത്. വ്യാപകമായിട്ടുള്ളൊരു പോലീസ് ലോക്കപ്പ് ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ ലോക്കപ്പ് ഡെപ്ത് ഉണ്ട് എന്നുള്ള ഒരു പരാതി ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് പറയാൻ കഴിയില്ല. എവിടേക്കാണ് പോലീസ് പോകുന്നത്? കേരളത്തിൽ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കും. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു, ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു വെക്കും. ചെവിയിൽ നുള്ളി വെച്ചോ, ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത്. വലിയ ആശങ്കയ്ക്കിടയാവുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിന്റെ പോലീസിന്റെ സംവിധാനം, ആ സംവിധാനത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 18 കസ്റ്റഡി മരണങ്ങളാണ് ഈ സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിട്ടിരിക്കുകയാണ്, പോലീസുകാരെ കയറൂരി വിട്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. സേനയുടെ മനോവീര്യം തകരാതിരിക്കാനുള്ള അതിജാഗ്രത. പൊതുജനത്തിന്റെ മനോവീര്യം തകർന്നാലും കുഴപ്പമില്ല. പോലീസിന് ജനത്തോടുള്ള മനോനില മാറിയാലും സർക്കാരിനൊന്നുമില്ല. പോലീസിലെ ബഹുഭൂരിപക്ഷം മികച്ച ഉദ്യോഗസ്ഥരെ സംശയനിഴലിലാക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന ഒരു നടപടി പോലുമില്ല. ഏറ്റവും കൂടുതൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ എന്ന് മേനി നടിക്കുമ്പോൾ അവരിൽ പകുതിയോളം പേർ തിരികെ സർവീസിലെത്തിയെന്ന കാര്യം വിസ്മരിക്കുന്നു. കസ്റ്റഡി മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും വ്യാജ കേസുകളും ന്യായീകരിക്കാനാവാത്തതിനാൽ പോലീസുകാർക്കെതിരായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു, നടപടിക്ക് ശുപാർശ ചെയ്യുന്നു. എന്നാൽ സൗകര്യപ്രദമായ സ്ഥലം മാറ്റത്തിനപ്പുറം ഒന്നും നടക്കുന്നില്ല. ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ, നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു. കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കർശനമായി നടപടി സ്വീകരിക്കും. ഉരുട്ടിക്കൊന്നയാളെ സംരക്ഷിച്ചതാണ് കോൺഗ്രസിന്റെ പഴയ ഭരണം. അത് കോൺഗ്രസിന്റെ ചരിത്രമാണ്. ഇത് ഗതകാല ഇടതുപക്ഷ ചരിത്രമാണ്. ഗതകാലത്ത് ഇടതുപക്ഷം പോലീസ് തെറ്റ് ചെയ്താൽ സംരക്ഷിക്കില്ല. നേരത്തെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ പൊതുനയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ച പോലീസുകാരുടെ മേൽ കർശനമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. 114 പോലീസുകാരെ പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൂടാ. പോലീസിന്റെ തലപ്പത്തുള്ള ശ്രമിച്ചാൽ പോലും ഈ കശ്മലന്മാരെ രക്ഷിക്കാൻ ഒരു കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഈ 4 വിദ്വാന്മാരെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ സസ്പെൻഷനിലാ ശരി, പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് വെച്ചാൽ 8 മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട. കുറെയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രവർത്തകർ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ്, അടിച്ച് കാലം കുടിക്കും. ഞാൻ അത്രേ പറയുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികളുണ്ട്. ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ്, പ്രതിഷേധ സഹസാണ്, ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസരമുണ്ട്. ഒരു യൂണിഫോം ഇട്ട് പുറത്തു വന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളും ചെയ്തോളാം. പേരൂർക്കടയിൽ വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കാൻ പോലീസുകാർ കാണിച്ച ജാഗ്രത ചില്ലറയല്ല. സ്വർണം വീട്ടുകാർ മറന്നുവെച്ചതാണെന്ന് മനസ്സിലായിട്ടും കള്ളക്കഥ തുടർന്നു. നാട് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു, മാനസികമായി പീഡിപ്പിച്ചു. പതിവ് പോലെ നടപടി ശുപാർശയുമായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കുന്നംകുളം മർദ്ദനത്തിലും പീച്ചിയിലെ കരണത്തടിയിലും തൊടുപുഴയിലെയും പത്തനംതിട്ടയിലെയും വില്ലന്മാരും ചെയ്തതെന്താണെന്ന് മേലുദ്യോഗസ്ഥർ നേരത്തെ അറിഞ്ഞിട്ടും ഒന്നും ഉണ്ടായില്ല. വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾ നൽകാൻ പോലും തയ്യാറാകാത്ത പോലീസ്. സ്റ്റേഷനുകളിൽ CCTV ഉണ്ട്, കസ്റ്റഡിയിൽ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം നൽകുന്ന മേലുദ്യോഗസ്ഥർ. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞ് ലഘൂകരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി പോലും. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അല്ലാതെ മറ്റൊരു അന്വേഷണവും ഇക്കാര്യത്തിൽ വേണ്ടെന്നും പറയുന്നു. ചില കേസുകളായിട്ട് പല സർവീസുകളായിട്ട് സ്വീകരിക്കുന്ന പോലീസ് എന്താണ് അവരുടെ സമീപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സമീപനവും ഉണ്ട്.
ഇങ്ങനെ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതേതാണെങ്കിലും ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആക്ഷൻ നോക്കുന്ന അതിലേക്ക്. ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഏതെല്ലാം രീതിയിലുള്ള ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ അതെടുക്കുന്നതാണ്. ഒറ്റ കാര്യം പറയാൻ പറ്റും, കേരള പോലീസിൻ്റെ ഒരു നമ്മുടെ ഹാൾമാർക്ക് എന്താണെങ്കിൽ ആക്സസിബിലിറ്റിയാണ്. പോലീസുകാർ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ലെന്ന് പൊതുജനത്തിന് ബോധ്യമാകുന്ന സാഹചര്യം. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് വിലസുന്നു. സേനയുടെ അച്ചടക്കം ഇവർക്ക് ബാധകമാകുന്നില്ല. മനോവീര്യം തകരുമെന്ന പേരിൽ പോലീസിനെ കയറൂരി വിടുന്നത് തുടർന്നുകൂടാ. പോലീസിനെതിരായ പരാതിയിൽ റിപ്പോർട്ട് വന്നാലും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാലും വകുപ്പ് തല നടപടി പേരിന് മാത്രമാകുമ്പോൾ നീതിപീഠം പലപ്പോഴും ആശ്വാസമാകുന്നുണ്ട്. പോലീസുകാർക്ക് അവരുടെ പെൻഷനിൽ നിന്ന് അവരാൽ ജീവിതം തകർക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇടിവീരന്മാരായി വിലസുന്നവർ ഇത് കാണണം. കാക്കിയുടെ സംരക്ഷണം എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. കാക്കിയിട്ടവർ എന്തു ചെയ്താലും ഒറ്റപ്പെട്ട സംഭവമാക്കുന്നവർ പഴയകാല പോലീസ് ലോക്കപ്പുകൾക്കെതിരെ നടത്തിയ പോരാട്ടം മറക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി ദിവസേന ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ. രാഹുലിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരാടുന്ന വെട്ടുകിളികൾ ഉന്നം വെച്ചിരിക്കുന്നത് വി.ഡി. സതീശനെയാണ്. മാങ്കൂട്ടത്തിനെതിരെ പോലീസ് അന്വേഷണം തുടരുമ്പോൾ അതിനു മുൻപേ നടപടിയെടുത്ത പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി നിർത്താനാണ് ഇവരുടെ ശ്രമം. ആക്രമിക്കുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. അതിൻ്റെ മീതെ ഇനി ചർച്ചയില്ല. അത് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുൻ PCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം AICCയുടെ അനുമതിയോടുകൂടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. ഓണം വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനായി സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ ഉണർന്നു. രാഹുൽ പാവാട എന്ന് പറയുന്ന ഈ വെട്ടുകിളികളെ കൊണ്ട് പൊറുതിമുട്ടുന്നു കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ. കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ സെല്ലിനെ പോലും ഹൈജാക്ക് ചെയ്യുന്ന ഇടപെടൽ. മാങ്കൂട്ടത്തിലിന്റെ ഓണാശംസയ്ക്ക് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ലൈക്ക് കിട്ടിയെന്ന് പറഞ്ഞാണ് കോൺഗ്രസിനെ ഈ സംഘം പ്രതിക്കൂട്ടിലാക്കുന്നത്. ഒടുവിൽ ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ടോ എന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞ് കടുത്ത നിലപാടെടുക്കേണ്ടി വന്നു സതീശന്. റീലിലല്ല കോൺഗ്രസ് ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തലും. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് റീലുകളിലല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല. കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകും. അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന്, ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, കൂട്ടായി എടുത്ത തീരുമാനമാണ്. എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഞാൻ പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ പറഞ്ഞല്ല, കേരളം മുഴുവൻ കടല് പോലെ അലയടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല. അത് നിലപാടാണ്. നിലപാടുകൾ എടുക്കുമ്പോൾ എതിർപ്പുകളുണ്ടാവും, ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും. അതൊന്നും കാര്യമില്ല. നമ്മുടെ ബോധ്യമാണ്. നമ്മളത് പരിശോധിച്ച് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾക്ക്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം. ആ തീരുമാനം 100% അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. അതാണ് നിലപാട്. പിന്നെ എന്നെ അങ്ങനെ ആരും ഭയപ്പെടുത്തുമെന്ന്. കോൺഗ്രസിൽ ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലും അടങ്ങിയ സംഘം റീൽസ് പോരാളികളായി സാമൂഹ്യ മാധ്യമ പിന്തുണ നേടിയെടുത്തത് മുതലെടുത്താണ് നേതാവിനെ ആരോപണത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ അനുയായികൾ ശ്രമിക്കുന്നത്. അതാണ് വി.ഡി. സതീശൻ പൊളിച്ചടുക്കിയത്. അതോടെ മാങ്കൂട്ടത്തിൽ ഫാൻസുകാർ ക്ഷുഭിതരായി. സതീശനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ പറക്കുന്നു.
ഉമ്മൻചാണ്ടിയെ താഴെയിറക്കിയതിൻ്റെ ഉത്തരവാദി സതീശനാണെന്ന് പോലും പറയുന്ന ഈ സംഘത്തിന് UDF അധികാരത്തിൽ എത്തണമെന്നല്ല ആഗ്രഹം, മറിച്ച് മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തണം എന്നാണ്. സതീശൻ അനുയായികൾ ഇതിനെ ചെറുക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്കായി സാമൂഹ്യ മാധ്യമങ്ങളിൽ തകർത്താടിയിരുന്നവർ പരസ്പരം പോരടിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ലാഞ്ഞിട്ടും നടപടിയെടുത്തതിൽ ഊറ്റം കൊള്ളുന്ന കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പോർവിളി. ഒടുവിൽ സതീശനും ചെന്നിത്തലയ്ക്കും എതിരെ ക്രൈംബ്രാഞ്ചിൽ മൊഴി പോലും എത്തി. രാഹുലിനെ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പരാതി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നയാളിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായ നടപടിയാണ്. അത് സ്വാഭാവികമായ നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തൊരാളിനെ പാർലമെന്ററി പാർട്ടി ഇരുത്താൻ പറ്റില്ലല്ലോ. അതൊരു സ്വാഭാവിക നടപടിയാണ്. മറ്റു കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് KPC പ്രസിഡന്റ് എല്ലാവരോടും ആലോചിച്ച് തീരുമാനം. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും തീരുമാനിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് കാര്യമാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ഒരു തീരുമാനം, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള നിർദ്ദേശം കൊടുത്തു. ആ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞത് KPCC എടുത്ത തീരുമാനത്തിന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കാര്യം ചോദിക്കുകയായിരിക്കും. ബാക്കിയുള്ള ആളുകളിലേക്ക് ആ സഭയിലുള്ള മറ്റ് ചില ആളുകളും ഉണ്ടല്ലോ. ഞാൻ ആളുകളുടെ പേരൊന്നും പറയാൻ ഞാൻ തയ്യാറാകും. അല്ല, അത് ഞാൻ പറയുന്നത് ഈ മറ്റുള്ള ആളുകളും ഇതേ ആക്ഷേപം ഉള്ള നേരിട്ടിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ ആ സഭയിൽ തന്നെ ഉണ്ട്. ആ സഭയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നു എങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കും. അത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ലേ. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ ഉണ്ടാകുമല്ലോ. അത് സ്പീക്കർ തന്നെ പറഞ്ഞല്ലോ. എൻ്റെ കൈവശം ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണല്ലോ സ്പീക്കർ പറഞ്ഞത്. ഞാൻ മാധ്യമങ്ങളോട് വായിച്ചതാണ്, അല്ലാതെ ഞാൻ സ്പീക്കറെ നേരിട്ട് കണ്ടില്ല. അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോട് വന്ന വാർത്തകൾ കേട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തുന്നില്ല. ഇല്ല, ഞാൻ ഡോക്ടറല്ല. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അന്വേഷിക്കാനുള്ള സമയമില്ല. മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ അന്വേഷിച്ച കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനം, ആ പാർട്ടി എടുത്ത തീരുമാനം എന്താണ് എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ പറഞ്ഞു. ഒഴിഞ്ഞു, നിർത്തിയാണ്. സ്വാഭാവികമല്ലേ. എനിക്ക് അതിനെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. അറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ പറയുന്നത് ശരി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനായി നടത്തുന്ന പെയ്ഡ് പ്രൊമോഷനുകൾ നിർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് ക്ഷീണമാകും. രാഹുലിനെതിരായ നടപടിയുടെ തിളക്കം കുറയും. സതീശിനെതിരായ ചീത്തവിളി തുടർന്നോട്ടെ എന്ന് മുതിർന്ന നേതാക്കളും കണ്ണടച്ചാൽ തുടർ തോൽവിയിലേക്കുള്ള യാത്ര എളുപ്പമാകും.